നമ്മളൊക്കെ ഇല തിന്നും. എന്തിന് ഇവിടെ വരെ എത്തി? മട്ടൈ നെഹദിയും മഹദിയൊക്കെ ഇപ്പൊ വലിയ പേരാ ബിരിയാണിക്കൊക്കെ. ഇവിടെ കൊണ്ടോപ്പോ അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ നെഹദി മഹദി എന്നൊക്കെയാ മന്തിയുടെ പേര്. അള്ളാഹു കാ ഇനി എന്തെല്ലാം വരാൻ കിടക്കുന്നു. അള്ളാഹു കാക്കുമാറാകട്ടെ. ഷവായി ഇല്ലേ? ഷവായിയെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, നാളെ നരകത്തിലിട്ട് കറക്കുന്ന സാധനം. അങ്ങനെയൊക്കെ ഉണ്ട്, ഷവായിയൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. അറബി പേരായി ഇപ്പൊ മൊത്തവും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തന്റെ സഹാബത്തും അവിടുത്തെ കുടുംബവും ഇല പറിച്ചു കഴിച്ചില്ലേ? നിങ്ങളുടെ നബിതങ്ങളുടെ ചരിത്രം എടുത്തു നോക്കിക്കേ. അള്ളാഹുവേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹാബികൾ വന്നിട്ട് പറഞ്ഞു, നബിയെ, വിശപ്പ് സഹിക്കാൻ കഴിയാതെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിരിക്കാൻ ഞങ്ങളൊക്കെ. വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഞങ്ങളൊക്കെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് നടക്ക. എല്ലാരും കൂടെ നബിതങ്ങളുടെ മുന്നിൽ വന്ന് പരാതി പറഞ്ഞപ്പോ ലോകത്തിന്റെ നേതാവ് തന്റെ കമീസ് പൊക്കി കാണിച്ചു. അള്ളാഹുവേ, 2 കല്ല് വയറ്റത്ത് കെട്ടിയിരിക്കുകയാണ്. ഇന്നത്തെ തലമുറ ചോദിക്കും, സിറാജ്, വയറ്റിൽ കല്ല് വെച്ച് കെട്ടിയ വിശപ്പ് മാറുമോ എന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ ചോദിക്കാറുണ്ടല്ലോ, ഇന്നത്തെ തലമുറ വേണമെങ്കിൽ ചിന്തിക്കും, വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയ. പണ്ടത്തെ വാപ്പാമാരുടെ അരയിൽ ഒരു പച്ച ബെൽറ്റ് ഉണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടോ? ഇവിടെ കൊണ്ടോപ്പം പണ്ടത്തെ, ഇന്നാ ബെൽറ്റ് കിട്ടൂല. ഇന്നതൊക്കെ ഒരു അമൂല്യ നിധിയാ. പണ്ട് ജീൻസിന്റെ പാൻ്റൊന്നും അല്ലല്ലോ. പണ്ടുള്ള വാപ്പാമാരുടെ അരയിൽ ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു. അത് പൈസ വെക്കാൻ വെച്ചിരുന്നതല്ല, അവരാ ബെൽറ്റിന്റെ മുറുക്കത്തിൽ നടന്നവരാ. അത് അരയിൽ അങ്ങോട്ട് മുറുക്കി കെട്ടുകഴിഞ്ഞാ അള്ളാഹുവെ വിശപ്പറിയില്ലായിരുന്നു. അങ്ങനെയാ നമ്മുടെ ഉപ്പ നമ്മളെ വളർത്തിയത്. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഉപ്പമാർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഉപ്പമാരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്കറിയുമോ സഹോദര, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ 2 മാസം തീ പോലും കത്തിച്ചിട്ടില്ലായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ അകത്ത് മാസങ്ങളോളം തീ പോലും, ഒരു ചൂടുവെള്ളം പോലും ഉണ്ടാക്കിയിട്ടില്ല. സഹാബികൾ പറയാ, നബിതങ്ങളുടെ വീടിന്റെ അകത്ത് ഒരു തീ പോലും മാസങ്ങളോളം കാരക്കയും വെള്ളവും കുടിച്ചാ കഴിഞ്ഞേ. കാരക്കയും വെള്ളവും കുടിച്ചിട്ട നബിതങ്ങളും തന്റെ കുടുംബവും കഴിഞ്ഞത്. ആ പ്രാരാബ്ധത്തിന്റെ നടുവിൽ, ആ ദാരിദ്ര്യത്തിന്റെ നടുവിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അപ്പോഴും തീ മറന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, ഒരു ദിവസം അള്ളാഹുവിന്റെ പ്രവാചകം തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അള്ളാഹുവിന്റെ പ്രവാചകം തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുന്നു, ആയിഷ, വിശക്കുന്നു, വല്ലതും കഴിക്കാനുണ്ടോ ആയിഷ? ആയിഷ ബീബിയോട് നബിതങ്ങൾ ചോദിക്കുകയാ, കഴിക്കാ വല്ലതും തരുമോ? ആയിഷ ബീബി അവിടെ നിന്ന് തലകുനിച്ച് നിൽക്കുകയാണ്. ആയിഷ ബീബി തലകുനിച്ച് നിൽക്കുകയാണ്. നബിതങ്ങൾ ഭർത്താവ് വീട്ടിൽ വന്ന് ചോദിച്ചിട്ട് കൊടുക്കാ ഭക്ഷണമില്ല. നബിതങ്ങൾക്ക് മനസ്സിലായി, ആയിഷ കുടിക്കാൻ ഇത്തിരി വെള്ളമെങ്കിലും താ ആയിഷ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോ ആയിഷ ബീബി നിന്ന് കരയുകയാണ്. തന്റെ ഭർത്താവ് വീടിന്റെ മുറ്റത്ത് വന്നിട്ട് തിന്നാ ഭക്ഷണം ചോദിച്ചു, കൊടുക്കാനില്ല. കുടിക്കാൻ ഇത്തിരി വെള്ളം ചോദിച്ചു, അതും കൊടുക്കാനില്ലാതെ കരയുമ്പോ ആയിഷ, ഞാൻ ഇന്ന് നോമ്പ് പിടിച്ചു കൊള്ളാം. അള്ളാഹുവിന്റെ പ്രവാചകം തന്റെ വീടിനകത്ത് കയറി. നബിതങ്ങൾ അവിടെ നിന്ന് കിടന്നുറങ്ങുകയാണ്. തളർന്ന് നബിതങ്ങൾ ഉറങ്ങുമ്പോ നബിതങ്ങളുടെ പൊട്ടിക്കിടക്കുന്ന വയറ് ആയിഷ ബീബി കാണുകയാ. തന്റെ ഭർത്താവ് തളർന്നു കിടക്കുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളുടെ വയറ്റിന്റെ മുകളിൽ കൈവച്ചിട്ട് ഇങ്ങനെ തടകുകയാണ്. നബിതങ്ങളുടെ വയറ്റിൽ കൈവച്ച് തടകിയിട്ട് ആയിഷ ബീബി ഇരുന്ന് കരയുകയാ. ആയിഷ ബീബിയുടെ കണ്ണുനീര് നബിതങ്ങളുടെ മുഖത്ത് വീഴുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഞെട്ടിയുണരുകയാണ്. എന്റെ ആയിഷ, എന്റെ ആയിഷ. അള്ളാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, എന്തിനാ നീ കരയുന്നത്? യാ റസൂലല്ലാഹ്, അങ്ങനോട് കഴിക്കാൻ ഭക്ഷണം ചോദിച്ചിട്ട് എനിക്ക് തരാൻ പറ്റിയില്ലല്ലോ നബിയേ.
സങ്കടം കൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് പറയുമ്പോ, എടോ ഇന്നത്തെ 2022 ജീവിക്കുന്ന പെണ്ണുങ്ങളെ പഠിക്കേണ്ടത് ഇങ്ങനെയോ. നമ്മുടെ ഭാര്യമാർക്ക് നമ്മൾ പഠിക്കാൻ പറഞ്ഞു കൊടുക്കണം. ആയിഷ ബീവിയുടെ ചരിത്രം വായിച്ചു കൊടുക്കണം. ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്ത് കഴിക്കാൻ ഭക്ഷണം കൊടുക്കാത്തതിന്റെ പേരില് കരഞ്ഞുകൊണ്ട് തന്റെ ഭർത്താവിന്റെ മുന്നിൽ സമാധാനിപ്പിക്കുമ്പോ നബി തങ്ങൾ പറഞ്ഞ മറുപടി, ആയിഷ കഴിക്കാൻ ഭക്ഷണമില്ലെങ്കിലും നീ എന്റെ കൂടെ ഇല്ലേ ആയിഷ, നീ എന്റെ കൂടെ ഇല്ലേ ആയിഷ. നബി തങ്ങളുടെ വീടിന്റെ അകത്ത് മാസങ്ങളോളം അവിടെ നിന്ന് തീ പുകഞ്ഞില്ലല്ലോ. നബി തങ്ങള് പട്ടിണി കിടന്നിട്ടുണ്ടല്ലോ. കിടന്നിട്ട് ഉറക്കം വരാതെ ലോകത്തിന്റെ നേതാവ് എഴുന്നേറ്റ് നടന്നല്ലോ. പടച്ചുറപ്പേ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിനകത്തേക്ക് തന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ആരോ കുറച്ചു മാവ് കൊണ്ടുവന്ന് കൊടുത്തു. ഫാത്തിമ ബീബി അവിടെ നിന്നൊരു റൊട്ടി ഉണ്ടാക്കി. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് ഉപ്പ പട്ടിണിയാണെന്ന് മനസ്സിലാക്കിയ പൊന്നുമോള് ആ ചപ്പാത്തിയുമായി നബി തങ്ങളുടെ ചാരത്ത് വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കയ്യിൽ പിടിച്ച് നോക്കുകയാ. നബി തങ്ങളുടെ കണ്ണ് നിറയുന്നുണ്ട്, നബി തങ്ങളുടെ കണ്ണ് നിറയുന്നുണ്ട്. ആയിഷ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് ചോദിക്കുന്ന, വാപ്പാ എന്തേ ചപ്പാത്തിയിൽ ഇങ്ങനെ നോക്കുന്നത്? മോളെ ഫാത്തിമ, 3 ദിവസത്തിനിടയിൽ വാപ്പ കാണുന്ന ആദ്യത്തെ ഭക്ഷണമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് നബിതങ്ങൾ ജീവിച്ചത്. എന്നിട്ടും നബിതങ്ങൾ ഖുർആൻ അനുസരിച്ചല്ലേ ജീവിച്ചത്, അല്ലാഹുവിന്റെ ദീൻ അനുസരിച്ചല്ലേ ജീവിച്ചത്. അബൂബക്കർ തങ്ങളുടെ അവസ്ഥ നിങ്ങൾക്കറിയുമല്ലോ, ഉമർ തങ്ങളുടെ അവസ്ഥ നിങ്ങൾക്കറിയുമല്ലോ, അബൂ ഹുറൈറയുടെ അവസ്ഥ നിങ്ങൾക്കറിയുമല്ലോ. ഒരുപാട് സ്വഹാബത്തിന്റെ ചരിത്രം പഠിച്ചവരാണല്ലോ. ഇവരൊക്കെ പട്ടിണി കിടന്നിട്ടും അല്ലാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിച്ചവരല്ലോ. പടച്ചവനെ, ഒരുപാട് രോഗങ്ങൾ വന്നല്ലോ. അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണം രോഗമാണല്ലോ. അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണം സാമ്പത്തിക നഷ്ടമാണല്ലോ. എല്ലാം തകർന്ന് തരിപ്പണമായല്ലോ. ജനിച്ചു വളർന്ന നാടിൽ നിന്ന് നാട് വിടേണ്ടി വന്നല്ലോ. എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ. എന്നിട്ടും അവർ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ മുറുകെ പിടിച്ചവരാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം കണ്ട് പഠിച്ചവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനിലേക്ക് മടങ്ങണേ. നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനിലേക്ക് മടങ്ങണേ. ഖുർആൻ അനുസരിച്ചു കൊണ്ട് ജീവിക്കണേ. അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ നിങ്ങൾ പഠിക്കണേ. അതുകൊണ്ട് ഒരിക്കലും പ്രാരാബ്ദങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് ദീനിൽ നിന്ന് പിന്നോട്ട് മാറാൻ കഴിയില്ല. ഏത് പ്രാരാബ്ദങ്ങളുടെ നടുവിലാണെങ്കിലും ജീവിക്കേണ്ടവന് ജീവിക്കുമടോ. അതാണ് ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് അല്ലാഹുവിനോട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ. അതുകൊണ്ട് ആഖിറത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിക്കടോ മുസ്ലിമേ. ദുനിയാവിൽ എന്തായാലും പ്രയാസമാണ്, ദുനിയാവിൽ എന്തായാലും ദുഃഖമാണ്, ഈ ദുനിയാവിൽ എത്രയൊക്കെ ചെയ്താലും ദുരിതമാണ്. ആകെ സമാധാനം എവിടെയെന്നറിയോ? എവിടെയാണ് സമാധാനമെന്നറിയോ? വലനബുലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. ഇനിയാകെ സമാധാനമുള്ളത് പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് മടങ്ങുമ്പോഴാ. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, തയ്യാറെടുക്കടോ. ആഖിറത്തിൽ രക്ഷപ്പെടണമല്ലോ. മരണം മുതലുള്ള ജീവിതത്തിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് തുടങ്ങേണ്ടത്. അതുകൊണ്ടാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അൽ ഖയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്.
والعاجز من أن أتبع نفسه هوى وعلى الله അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആഖിറത്തിന് വേണ്ടി തയ്യാറെടുക്കൂ, ആഖിറത്തിന് വേണ്ടി പരിശ്രമിക്കടോ. മരണത്തിന് ശേഷമുള്ള യഥാർത്ഥമായ ജീവിതത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളാണ് നടത്തേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഒരുപാട് നന്മകൾ ചെയ്യാൻ തയ്യാറാകൂ. ഈ കഴിഞ്ഞുപോയ ജീവിതത്തെ കുറിച്ചൊരു വിലയിരുത്തൽ നടത്തടോ. ഈ കഴിഞ്ഞുപോയ ജീവിതമുണ്ടല്ലോ, ഓരോ ദിവസവും നമ്മുടെ ആയുസ്സിൽ നിന്ന് കൊടിഞ്ഞു പോവുകയാ. നമ്മൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാ. അസ്റായിലിനെ കാണാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ജീവിതത്തിൽ ഞാനും നിങ്ങളും കഴിഞ്ഞുപോയ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് മുഴുവനും ഒന്ന് ഓർത്തു നോക്ക്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുകയാണ്. ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ എഴുതി വെക്കുകയാണ്. എന്നിട്ട് പടച്ചവനെ വെള്ളിയാഴ്ചയായ ഹസിബൂ ഖബല അൻ തുഹാസബൂ എഴുതി വെച്ചിരിക്കുന്ന ബുക്കെടുത്ത് വെച്ചിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള്, അല്ലാഹുവേ ഇങ്ങനെ ചെയ്തല്ലോ, ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ. ഓരോ ദിവസവും ചെയ്തു കൂട്ടിയ പാപങ്ങൾ മുഴുവനും എഴുതി വെച്ചിട്ട് അവിടുന്ന് സ്വന്തമായി അവിടുന്ന് വിചാരണ ചെയ്യുമായിരുന്നു, അവിടുന്ന് ഹിസാബ് നടത്തുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാ, വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കണോ. എപ്പോ എവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. മരിക്കാനൊരു കാരണവും വേണ്ടല്ലോ. ക്യാൻസർ വന്നവര് മാത്രമല്ല മരിക്കുന്നത്, ട്യൂമർ വന്നവര് മാത്രമല്ല മരിക്കുന്നത്, കിഡ്നി തകർന്നവര് മാത്രമല്ല മരിക്കുന്നത്, മാരകമായ രോഗമുള്ളവര് മാത്രമല്ല മരിക്കുന്നത്. പടച്ചവനെ, പെട്ടെന്ന് മരണം നമ്മളെ തേടി വരികയാ. ഏതവസ്ഥയിലാണെന്നറിയില്ല. ഈ വഅദ് പറയുമ്പോഴാണോ, ഈ വഅദ് കേൾക്കുമ്പോഴാണോ, ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിയിലാണോ, നിന്റെ വീടിനകത്ത് കിടന്നാണോ, മംഗലാപുരത്ത് ഹോസ്പിറ്റലിന്റെ ഐസിയുവിനകത്ത് കിടന്നാണോ, നട റോഡിൽ കിടന്നാണോ, എപ്പോഴാണ് മരണം വരുന്നതെന്നറിയില്ല, എപ്പോഴാണ് വരുന്നതെന്നറിയില്ല. പടച്ചവനെ, മരിക്കാ രോഗം വേണ്ട, ഒരസുഖവും വേണ്ടല്ലോ. തുഅമ്മീലു ഫിദ്ദുനിയാ ത്വബീലൻ വലാ തദ്രീ ഇലാ ജന്ന ലൈലുൻ ഹൽ തഈസു ഇലൽ ഫജ്രി വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി وكم من مريض عاش دهرا على دهري. പഠിക്കടാ ചെറുപ്പക്കാരാ, പഠിക്കടാ ചെറുപ്പക്കാരാ. നാളെ നന്നാകാം, നാളെ നന്നാകാമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന യുവത്വമേ, പ്രായമായിട്ടും മനസ്സു മാറാത്ത ഉപ്പ, കവി ചോദിക്കുകയാ, തുഅമ്മീലു ഫിദ്ദുനിയാ طويلا ولا تدري إلى جن ليل هل تعيس إلى الفجر. രാവിലെ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ, ജോലിക്ക് പോയ പിതാവിനെ വെള്ള തുണിയിൽ കൊണ്ടുവച്ചപ്പോ നിനക്കത് തിരിഞ്ഞില്ലേ ചെറുപ്പക്കാരാ? കെട്ടിപ്പിടിച്ച് ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിച്ചിട്ട് അവസാനം പൊന്നുമോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ചുംബനം തന്നിട്ട് ഉമ്മാടെ കൂടെ കിടപ്പറയിൽ കയറിയ വാപ്പ രാവിലെ എഴുന്നേക്കാതിരുന്നപ്പോ നിനക്കത് തിരിഞ്ഞില്ലേ മുസ്ലിമേ? എന്റെ ചെറുപ്പക്കാരോട് ഓർമ്മപ്പെടുത്തുകയാ, വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി
വകം മിൻ മരീദിൻ ആശ ദഹറൻ ലാ ദഹരി. എടാ ചെറുപ്പക്കാരാ, ഒരു രോഗവുമില്ലാത്തവന് പെട്ടെന്ന് വീണു മരിക്കുന്നില്ലേ? കൂടെ പഠിച്ചവനായിരുന്നല്ലോ, കൂടെ നടന്നവനായിരുന്നല്ലോ, കുടുംബക്കാരനായിരുന്നല്ലോ. ഉപ്പാ, നീ ജീവിച്ചിരുന്നപ്പോ നിന്റെ അനിയനെ അല്ല കൊണ്ടുപോയില്ലേ? നീ ജീവിച്ചിരുന്നപ്പോ നിന്റെ മക്കളെ കൊണ്ടുപോയില്ലേ? മാതാപിതാക്കള് ജീവിച്ചിരുന്നപ്പോ മക്കള് മരിക്കുന്നില്ലേ? എന്തേ പഠിക്കാത്തത്? എന്തേ പഠിക്കാത്തത്? അതുകൊണ്ട് ബുദ്ധിമാനാരാ? ബുദ്ധിമാനാരാ? മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുന്നവനാ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവനാ. അവിടത്തേക്ക് വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത്. അതുകൊണ്ട് എപ്പോഴാ വരുന്നതെന്നറിയില്ല. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ നൗഷാദ് ഹാജി എന്നോട് പറഞ്ഞു, ഉസ്താദേ, എന്റെ കുടുംബത്തിലൊരു സഹോദരനാണ് പടച്ചവനെ കുവൈറ്റിൽ വെച്ച് മരണപ്പെടുകയാ. 40 വയസ്സേ കഴിഞ്ഞുള്ളൂ. 40 വയസ്സേ കഴിഞ്ഞുള്ളൂ. ഇസ്മായിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാർ 40 വയസ്സേ കഴിഞ്ഞുള്ളൂ. അല്ലാഹുവേ, അറ്റാക്ക് വന്നവിടെ നിന്ന് മരണപ്പെട്ടു. 10 മണിയാകുമ്പോ കോഴിക്കോട് എയർപോർട്ടിൽ പടച്ചവനെ ലഗേജിനകത്ത് കടന്നു വരികയാ. കാത്തിരിക്കുന്നവരുടെ മുന്നിലേക്ക് നാളെ രാവിലെ 10 മണിയാകുമ്പോ ആ ജനാസ ഇവിടെ കൊണ്ടുവരുമല്ലോ. 2 പിഞ്ചുമക്കളല്ലേ, ഇത്രയേ ഉള്ളടോ സഹോദര. മൊബൈലിൽ കാണിച്ചു തന്നു ഉസ്താദേ, കേരളത്തിലുള്ള ചെറുപ്പക്കാരനാണ്. 2 ദിവസം മുമ്പാണ് വിദേശത്തേക്ക് പോയത്. ആ പോകുന്നതിന് മുമ്പ് ഉമ്മ ഇങ്ങനെ ഭക്ഷണം വാരിക്കൊടുക്കുന്നുണ്ട്. അത് വീഡിയോ പിടിച്ചു വെച്ച ചെറുപ്പക്കാരന് ഉമ്മ കൊടുക്കുന്ന ഭക്ഷണം പടച്ചവരെ സ്നേഹത്തോടെ കടിച്ച ചെറുപ്പക്കാർ. പടച്ചവരെ 2 ദിവസമല്ലേ ആയുള്ളൂ, മരണപ്പെട്ട വാർത്തയല്ലേ. അതുകൊണ്ട് സഹോദരാ, ഇടയ്ക്കിടയ്ക്കുന്ന കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്നു നോക്കണേ. എല്ലാരോടും പറയുകയാ, ഒരുപാട് ആസ്വദിക്കുമ്പോ, ഒരുപാട് ചിരിക്കുമ്പോ, ഒരുപാട് പടച്ച റബ്ബിനെ മറക്കുമ്പോ കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്നു നോക്കണേ. എന്തിനാണ് നോക്കാൻ പറഞ്ഞതെന്നറിയോ? കുല്ലും മ്രിഇൻ സബ്ബഹു ഫീ അഹ്ലിഹി വൽ മൗതു അദിനാ മിൻ ശിറാകി നഅലിഹി. ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറുണ്ടല്ലോ, നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നോ. ഇടയ്ക്കിടയ്ക്കൊന്ന് ചെരുപ്പി നോക്കണം. ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണം. ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറ് നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നോ. ഇതുപോലെ മരണം നിന്റെ കൂടെയുണ്ടെന്ന് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. അതുകൊണ്ട് സഹോദര, എവിടെ വെച്ചാ മരണം വരുന്നതെന്നറിയില്ല. സത്യം പറഞ്ഞാൽ ഇപ്പൊ മരണമെന്ന് പറഞ്ഞ വിഷയം തന്നെ ഞാൻ പറയാറില്ല. മരണമെന്ന് പറയുന്ന വിഷയം തന്നെ പറയാറില്ല. പേടിയാ എനിക്ക്. ഞാൻ ഇപ്പൊ മരണ വീട്ടിൽ പോകാറില്ല, മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാറുമില്ല. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് താങ്ങാൻ കഴിയാത്തൊരു വേദന. ഞാൻ ആലോചിക്കുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, എൻ്റെ സ്വന്തം പെങ്ങളുടെ ഭർത്താവ് കൊറോണ ബാധിച്ചിട്ട് വെന്റിലേറ്ററിൽ കിടക്കുകയാ. കൊറോണ ബാധിച്ച് വെന്റിലേറ്ററിൽ കിടക്കുകയാ. ഡോക്ടർമാര് പറഞ്ഞു 48 മണിക്കൂർ. അവര് പറഞ്ഞു 48 മണിക്കൂർ അറിയിക്കാനുള്ളവരൊക്കെ അറിയിച്ചോളാൻ പറഞ്ഞു. പടച്ചവനെ, 48 മണിക്കൂറിന്റെ ഉള്ളിൽ മരിക്കുമെന്ന് പറഞ്ഞ മനുഷ്യൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഉറക്കപ്പുറ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. മരിക്കുമെന്ന് പറഞ്ഞവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ആ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് എൻ്റെ സഹോദരിയുടെ അവസ്ഥ ഓർത്തിട്ട്, എൻ്റെ അളിയൻ ഞങ്ങൾ തമ്മിൽ വലിയ കൂട്ടുകാരാ, അദ്ദേഹത്തിന്റെ ആ അവസ്ഥ ഓർത്തിട്ട് ഞാൻ വല്ലാതെ സങ്കടപ്പെട്ടപ്പോ ആ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എന്നെ സമാധാനിപ്പിച്ച എൻ്റെ ഇക്ക. ഞാൻ ആ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ നിന്ന് കരഞ്ഞപ്പോ, ഉസ്താദാണ്, ഹാഫിളാണ്, എൻ്റെ ജ്യേഷ്ഠൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്തിനാടാ നീ കരയുന്നേ, എന്തിനാ മോനെ എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ച എൻ്റെ ഇക്ക. ഓന് ക്യാൻസറും ഇല്ല, ട്യൂമറും ഇല്ല, ഒന്നുമില്ല, പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ ഒന്നുമില്ലായിരുന്നു. ഓനിന്ന് പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത. അള്ളാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ.
എടോ, മരിക്കുമെന്ന് പറഞ്ഞവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. 24 മണിക്കൂറിന്റെ ഉള്ളിൽ മരിക്കുമെന്ന് പറഞ്ഞ മനുഷ്യൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരു രോഗവുമില്ലാത്തവൻ മണ്ണിനടിയിലേക്ക് പോയി. അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ആഖിറത്തിന് വേണ്ടി ജീവിക്ക്. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമോ ആ ചെയ്തു വെക്കലാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ളത്. അള്ളാഹു അങ്ങനെ ചെയ്തു വെക്കാൻ നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അങ്ങനെയുള്ള ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരു നന്മയാ സദക്ക ചെയ്യുക, ജാരിയായ സദക്ക. ജാരിയായ സദക്ക ചെയ്യുക. ഇൻഷാ അല്ലാഹ് ബക്കറ്റ് ഇട്ടില്ലേ, പാട്ട് ബക്കറ്റ് വിരിവില്ലേ? ഇൻഷാ അല്ലാഹ് ഒരു ജാരിയായ സദക്ക. കമ്മിറ്റിക്കാര് നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റുമായിട്ട് വരുന്നു. അള്ളാഹു തന്നതിൽ നിന്നൊരൽപ്പം എടുക്ക്, അള്ളാഹു തന്നതിൽ നിന്നൊരൽപ്പം എടുക്ക്. എന്നിട്ട് അള്ളാഹിനോട് പറയണം, എനിക്ക് പണമല്ല വേണ്ടത്, അധികാരമല്ല വേണ്ടത്, സുഖമുള്ള ജീവിതമല്ല വേണ്ടത്. അള്ളാഹുവെ, മരിക്കുന്ന സമയത്ത് എനിക്ക് ഈമാനുള്ള ഒരു മരണം തരണം. കാരണം ഒരാൾ മരിക്കുമ്പോൾ ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണമെങ്കിൽ അള്ളാഹു കരുണ ചെയ്തവർക്കല്ലാതെ നാവ് പൊങ്ങില്ല എന്ന് നബിയിന റസൂലുള്ളാഹി. അതുകൊണ്ട് ബക്കറ്റ് മുന്നിൽ വരുമ്പോ അൽഹംദുലില്ലാഹ് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണല്ലോ. നിങ്ങളുടെ കയ്യിലുള്ളതിലൊരു നല്ല സദക്ക എടുത്തിട്ട്, റബ്ബേ നീയോ അള്ളാഹി മാത്രം അറിഞ്ഞാൽ മതി, വേറെ ആരും അറിയണ്ട. കയ്യിലുള്ളതിലൊരു നല്ല സദക്ക എടുത്ത് ആ ബക്കറ്റിന്റെ അകത്തിട്ടിട്ട് അള്ളാഹിനോട് പറയണം, എൻ്റെ മരണവേദന നീ എനിക്ക് കുറച്ചു തരണം പടച്ചവനെ. അള്ളാഹുവേ, എനിക്കൊരു നല്ല മരണം, ഷഹീദിന്റെ കൂലി കിട്ടുന്ന ഒരു മരണം, തൗബ ചെയ്തിട്ടുള്ള ഒരു മരണം, 100 പേരിൽ കൂടുതൽ മയ്യത്ത് നിസ്കരിക്കുന്ന ഒരു മരണം, കാണുന്നവരൊക്കെ പറയണം നല്ല മരണമായിരുന്നു എന്ന്. അങ്ങനെ ഒരു മരണം എനിക്ക് തരണേ എന്ന നീയത്തോടെ എല്ലാവരും ഒരു നല്ല സദക്ക എടുക്കടോ. സദക്കയുടെ നേട്ടം വിപത്തുകളെ സദക്ക തട്ടിമാറ്റും, അപകടങ്ങളെ തട്ടിമാറ്റും, ദുരന്തങ്ങളെ തട്ടിമാറ്റും. എത്രയോ പേര് ഇന്ന് രാവിലെ മുതൽ എൻ്റെ ഫോണിൽ, ഉസ്താദെ മംഗലാപുരത്ത് ഹോസ്പിറ്റലില്ല, ക്യാൻസർ രോഗികൾ. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ എൻ്റെ കവളിൽ, എൻ്റെ നാവില് ക്യാൻസറാ ഉസ്താദെ. പടച്ചവനെ, 18 or 19 വയസ്സുള്ള ഒരു കുട്ടി നാവില് ക്യാൻസറാ ഉസ്താദെ, ദുആ ചെയ്യാൻ പറഞ്ഞവർ. പടച്ചവനെ, മലദ്വാരത്തിൽ ക്യാൻസർ വന്ന ഒരു കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. ഇത്രയേ ഉള്ളടോ മനുഷ്യൻ. താൻ സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗം. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. സദക്ക വിപത്തിനെ തട്ടിമാറ്റുമെന്ന് ഒരു തമാശയ്ക്ക് പോലും കള്ളം പറയാത്ത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. നിങ്ങൾ ബക്കറ്റ് കൊണ്ടുപോണ ആളാരാ? നിങ്ങളാ? ആ ബക്കറ്റും കൊണ്ടുപോണ ചങ്ങാതിയോട് നീ ഇത്തിരി തിറുതി കുറയ്ക്കണം. തിറുതി അത് ഇബ്ലീസിന്റെ സ്വഭാവമാണ്. അങ്ങനെയാണല്ലോ തിറുതി. തിറുതി എന്നല്ലേ പറയാ? എന്താ ബേജാറാവണ്ട, ഓടണ്ട, അതന്നെ ഞാൻ പറയാം. ബക്കറ്റ് കൊണ്ടുപോകുന്നവൻ ഒരിക്കലും അവന് വീട് കെട്ടാൻ വേണ്ടിയല്ല, അവന്റെ മക്കളെ കെട്ടിക്കാനല്ല, നിങ്ങളുടെ നാട്ടിലെ പള്ളിക്കൊരു മിനാരം വെക്കാനാ. നിങ്ങളുടെ മുന്നിലേക്ക് അവർ വരുന്നു. മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സദക്കയിട്. മരിക്കുന്ന സമയത്ത് ഈ കൊടുത്തതിന്റെ പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരും. അള്ളാഹു കണ്ടു മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ബിസ്മില്ലാ, 3 സ്വലാത്ത്. സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നുണ്ടോ, കരുണക്കടലായ അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, മാരകമായ രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്, അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ ഇവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാഹ്. പടച്ചറബ്ബേ, 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 വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്.
എല്ലാവരും മനസ്സറിഞ്ഞിട്ട് ഒരു നല്ല സദക്ക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്ത്. എങ്ങനെയാണ് തയ്യാറാകേണ്ടത്? എങ്ങനെയാണ് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി തയ്യാറാകേണ്ടത്? അള്ളാഹു നമുക്ക് ഒരുങ്ങാൻ ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഒരുങ്ങാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു ഒരുങ്ങാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും പോകാൻ സമയമായി. അപ്പൊ ഒരുങ്ങിക്കൂടെ? ഒരുങ്ങിക്കൂടെ? പറ കാക്കാമാരെ, ഒരുങ്ങിക്കൂടെ? പോകാൻ സമയമായി, ഒരുങ്ങിക്കൂടെ? സമയമായില്ലേ? സമയമായോ ഇല്ലേ? സമയമായോ ഇല്ലേ? ആയില്ല? ആയി. ഞാൻ പറഞ്ഞുതരാം. എല്ലാരും ഇങ്ങോട്ട് നോക്കിക്കേ, എന്നെ നോക്കിക്കേ. തലയിലെയോ താടിയിലെയോ ഒരു രോമമെങ്കിലും നരച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കൈ പൊക്കിക്കേ. പെണ്ണ് കെട്ടിക്കാനൊന്നുമല്ല, പൊക്കിക്കോ. കള്ളം പറയുന്ന ആൾക്കാരുണ്ടോ? ഇവിടെ ഇരുന്നിട്ട് കള്ളം പറയണമെങ്കിൽ അതിൽ യോഗം വേണം. ഉണ്ടോ? സ്റ്റേജിലിരിക്കുന്നവരൊക്കെ എന്റെ താടിയിലെ രോമം നരച്ചു. തലയിലെയോ താടിയിലെയോ ഒരു രോമം നരച്ചിട്ടുള്ളവരൊക്കെ കൈപൊക്കിക്കേ. പൊക്കടോ കാക്ക. വാപ്പായുടെ താടി മൊത്തം നരച്ചിരിക്കുക, എന്നിട്ട് വാപ്പ പൊക്കണില്ല. ചിലത് പിന്നെ ക്ലീൻ ഷേവ് ചെയ്തടക്ക. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. സമയം കിട്ടുമ്പോ പള്ളിയിലെ ഖത്തീബിനോട് ചോദിക്കണം, കമ്മിറ്റിക്കാരൊക്കെ കേട്ടാ, ഈ താടി വടിച്ചവൻ എങ്ങനെയാ പരലോകത്ത് വരുന്നതെന്ന് ചോദിക്കണം കേട്ടാ. വേറെ ആരോടും ഞാൻ ചോദിക്കണില്ല, കമ്മിറ്റിക്കാരോട്. കാരണം പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെ ആരാപ്പ ഇവിടുത്തെ പ്രസിഡന്റ്? അല്ലാഹ് അൽഹംദുലില്ലാ. സക്കാഫി ഉസ്താദിന് പിന്നെ താടിയുണ്ട്, മൈലാഞ്ചിട്ട് വെച്ചിരിക്കുക. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അടയാളം തന്നെയാണ്. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. അതാണ് എന്താ, ഒരു ജമാഅത്തൊക്കെ പരിപാലിക്കേണ്ടവര് അവനവൻ ഇരിക്കേണ്ട സ്ഥലത്ത് ആലിമീങ്ങൾ ഇരിക്കണമെന്ന്. അതല്ല കാര്യം. ജാഹിലീങ്ങളൊക്കെ മാറിയിട്ട് മസല ചോദിക്കുമ്പോൾ എപ്പോഴും ആലിമിനോട് ചോദിക്കണം, കമ്മിറ്റിക്കാരോട് ചോദിക്കാൻ പാടില്ല എന്നല്ലേ. എടാ, 100 കൊല ചെയ്തൊരു മനുഷ്യന്റെ കഥയില്ലേ? 99 പേരെ കൊന്നിട്ട് ഈ മനുഷ്യന് അപ്പോഴാ ഒന്ന് കുറ്റബോധം തോന്നി, നന്നാകണമെന്ന്. 99 പേരെ കൊന്നിട്ട് ഇങ്ങനെ പോകുമ്പോ ഒരു കാക്ക വരുന്നുണ്ട്. കാക്ക, ഞാൻ 99 പേരെ കൊന്നതാ, അല്ല എനിക്ക് പുറത്തു തരുമോ? ഇവൻ പറഞ്ഞു, നിനക്ക് അല്ല പുറത്തു തരാനോ? നീ നരകത്തിലാടാന്ന്. നിനക്ക് അല്ല പുറത്തു തരത്തില്ല, നീ നരകത്തില. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, എന്നാ പിന്നെ നീയും കൂടെ അങ്ങ് പൊക്കോ. 100 അങ്ങ് തികച്ചു. 100 പേരെ തട്ടി, 100 പേരെ കൊന്നിട്ട് ഈ മനുഷ്യൻ പിന്നെയും കുറ്റബോധം. അങ്ങനെ പോകുമ്പോ ഒരു ഉസ്താദ് വരുന്നുണ്ട്. ഉസ്താദിന്റെ ഇടയ്ക്ക് ചോദിച്ചു, ഉസ്താദ് 99 ഒന്ന് 100 തികച്ചിട്ട് വരികയാ, അല്ല എനിക്ക് പുറത്തു തരുമോ? ഉസ്താദ് പറഞ്ഞു, നിനക്ക് അല്ല പുറത്തു തരുവടാന്ന്. ഇതാണ് ആലിമും ജാഹിലും തമ്മിലുള്ള വ്യത്യാസം. മസല ചോദിക്കുവാണെങ്കിൽ ആലിമിനോട് ചോദിക്കണം, ജാഹിലിനോട് വെച്ച് ആ പൊട്ടൻ അറിയുന്നല്ലേ പറഞ്ഞു തരത്തുള്ളൂ. അതാണ് ആദ്യം. പറഞ്ഞു കൊടുത്താൽ എങ്ങനെ പോകും? അൽഹംദുലില്ലാ, ജമാഅത്തിന്റെ ഇവിടുത്തെ ഖാദിമ അല്ലാഹു ഒരു ആലിമ, അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ, അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അപ്പൊ മുടി നരച്ചോ? മുടി നരച്ചോ? സമയമായി, ഒരുങ്ങിക്കോ. എങ്ങോട്ട് പോകാൻ? ഊട്ടിക്കല്ല, പള്ളിക്കുടി പോകാൻ. എടാ, നിങ്ങളുടെയൊക്കെ മുടി നരച്ചിട്ടുണ്ടോ? ഒരു രോമമെങ്കിലും നരച്ചിട്ടുണ്ടോ? ഞാൻ വെറുതെ പറഞ്ഞതല്ല, അടയാളമാത്. അത് മരണത്തിന്റെ അടയാളമാ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, മദീനത്ത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൗളാ ശരീഫിന്റെ അകത്ത് കിടക്കുന്ന സ്വഹാബിയാണ്. ആ ഉമർ തങ്ങളാണ് പറയുന്നത്, പടച്ചവനെ, സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ കൊടുത്തൊരാളെ ജോലിക്ക് നിർത്തി. എന്താണ് ജോലി എന്നറിയോ? ഉമർ തങ്ങൾ ചിരിക്കുന്ന സമയം അടുത്ത് വന്നിട്ട് പറയണം, ഉമറേ, നീ മരിച്ചു പോകും ഉമറേ, നീ മരിച്ചു പോകും ഉമറേ. മരണത്തെ ഓർമ്മപ്പെടുത്താൻ പൈസ കൊടുത്ത് അതാ ഒരാളെ കൂലിക്ക് നിർത്തിയിരിക്കുകയാ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ആ മനുഷ്യനെ അവിടുന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണ്. അവിടുന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണ്. ഈ മനുഷ്യൻ ചോദിച്ചു, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എന്തിനാണ് എന്നെ പിരിച്ചുവിടുന്നത്? അപ്പോഴാണ് ഉമർ തങ്ങൾ പറഞ്ഞത്, മരണത്തെ ഓർമ്മപ്പെടുത്താൻ ഇനി ആള് വേണ്ട, ഉമർ മരിക്കുമെന്ന് പറയാൻ ആള് വേണ്ട. ഇനി ഉമർ മരിക്കുമെന്ന് പറയാ, മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ എന്റെ താടിയിലെ ഒരു രോമം നരച്ചിട്ടുണ്ട്. ഇനി ആ രോമം എനിക്ക് പറഞ്ഞു തരും, എനിക്ക് മരണമുണ്ടെന്നോ. എന്റെ പ്രിയപ്പെട്ടവരെ, മുടി നരച്ചിട്ടുണ്ടോ? ഒരുങ്ങ് വാപ്പാ, ഒരുങ്ങ് ചെറുപ്പക്കാരാ, അത് മരണത്തിന്റെ അടയാളമാണെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്
റളിയല്ലാഹു തആല അൻഹു മരണത്തിന്റെ അടയാളമാണ് മുടി നരയ്ക്കുന്നത്. അള്ളാഹു ഒരുങ്ങാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, പള്ളിയിലെ ഖതീബിനോട് ചോദിക്കണം, താടി വടിച്ചു കളഞ്ഞ മനുഷ്യൻ എങ്ങനെയാണ് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് എന്ന്. ഞാൻ പറയണില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് നമുക്ക് മരണത്തിന് വേണ്ടി ഒരുങ്ങാം. എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. ഉറക്കെ പറ കാക്കാമാര്. ഇല്ല ഉസ്താദന്മാർ നമ്മളൊക്കെ വിചാരിച്ചിരിക്കണത്, ഓ നമ്മക്കൊക്കെ നല്ല മരണം കിട്ടൂല്ലേ, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സദക്കയുണ്ട്, എല്ലാം ഉണ്ട്. ഈ അടുത്ത് ഞങ്ങളുടെ നാട്ടില് ഞാൻ വണ്ടിയിൽ പോകുമ്പോൾ ഒരു വീടിന്റെ മുമ്പിൽ ആള് കൂടി നിൽക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ? ആ വീട്ടിലെ സഹോദരി മരിച്ചു. ഞാൻ ചോദിച്ചു, എങ്ങനെ മരിച്ചു? തൂങ്ങി മരിച്ചു. അള്ളാഹു കാക്കുമാറാകട്ടെ. ആ വീട്ടിലെ സഹോദരി തൂങ്ങി മരണമെന്ന് പറയുന്നത് ഇപ്പൊ നിസാരമായി, എല്ലായിടത്തും ഉണ്ട്. പണ്ട് നമ്മുടെ ഉമ്മത്തിൽ മാത്രം ഇല്ലായിരുന്നു, ഇപ്പൊ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ഈ സഹോദരി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞപ്പോ എനിക്ക് വലിയ സങ്കടം തോന്നി. എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. കാരണം എന്തെന്നറിയോ? ഈ കഴിഞ്ഞ വർഷം പോയി ഹജ്ജ് ചെയ്യാൻ പോയ ഉമ്മയായിരുന്നു. അള്ളാഹു കാക്കുമാറാകട്ടെ. ആരാ മരിച്ചത്? പരിശുദ്ധമായ കഅബാലയത്തിൽ ചെന്ന് ഹജ്ജ് ചെയ്ത സഹോദരിയ ഒരു തുണ്ട് കയറിനകത്ത് കയറി തൂങ്ങിയത്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പേടിക്കണം സഹോദര, വല്ലാതെ ഭയപ്പെടണം. അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു സവാബുൻ ഇല്ലൽ ജന്ന. സ്വർഗ്ഗ ഹജ്ജിന് പകരം അള്ളാഹുവിന്റെ അതിഥിയായി പരിശുദ്ധ കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്ത ഹജ്ജുമ്മയ അവിടെ ആത്മഹത്യ ചെയ്തത്. ഇത്രയുള്ളൂ മനുഷ്യന്റെ കാര്യം. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പടച്ച റബ്ബ് നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല മരണം വേണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈപൊക്കിക്കേ. നല്ല മരണം വേണം. അരക്കൈമാരാണ് പകുതി. അൽഹംദുലില്ലാ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. നല്ല മരണം കിട്ടാൻ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. പൈസ ഒന്നും വേണ്ട, പൈസയുടെ ചെലവൊന്നുമില്ലാതെ ഒരു നല്ല മരണം കിട്ടാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് അൽഹംദുലില്ലാ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ ഹാഫിള് ആലിമ, പടച്ചോനെ ഓനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ എൻ്റെ ഉമ്മ അത് പറഞ്ഞിട്ട് കരയുണ്ടായി. ഇന്നലെയും അത് പറഞ്ഞിട്ട് വല്ലാതെ കരഞ്ഞുപോയി. ഉമ്മ ഇപ്പൊ വല്ലാതെ, സത്യം പറഞ്ഞാൽ ഉമ്മ ശാരീരികമായി തകർന്നുപോയി. പാവം, സ്വന്തം മകന്റെ മയ്യത്ത് കണ്ടതിന് ശേഷം ഉമ്മ ഇപ്പൊ വല്ലാത്തൊരവസ്ഥയില. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഓനാണെങ്കിൽ നിക്കാഹ് കഴിച്ചു. അദ്ദേഹം നിക്കാഹ് കഴിച്ചു. 40-ാമത്തെ വയസ്സിലാണ് പെണ്ണ് കിട്ടിയത്. 40-ാമത്തെ വയസ്സിൽ താമസിച്ച വിവാഹം കഴിച്ച്. നിക്കാഹ് മാത്രമേ കഴിച്ചുള്ളൂ, ഭാര്യയെ വിളിച്ചോണ്ട് വന്നില്ല. ഒരു വീട് വെച്ചു. 98% വീടിന്റെ പണി കഴിഞ്ഞു. ഒരു ദിവസം ആ വീടിനകത്ത് താമസിക്കാൻ പറ്റിയില്ല. അള്ളാഹു ദുനിയാവിൽ ഒന്നും കൊടുത്തില്ല, ഒരു കുടുംബജീവിതവും കൊടുത്തില്ല. സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ വീടിനകത്ത് ഒരു രാത്രിയിൽ കിടന്നുറങ്ങാനും പറ്റിയില്ല. പക്ഷേ അൽഹംദുലില്ലാ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ്. കാരണം മരിച്ചത് എപ്പോഴാണെന്നറിയോ? അള്ളാഹുവിന്റെ പള്ളിയിൽ അസർ നിസ്കരിച്ചു ഇമാമത്ത് നിന്നു. പള്ളിയിലെ ഖതീബായിരുന്നു, ഇമാമത്ത് നിന്ന് അസർ നിസ്കരിച്ചു. ദുആ ചെയ്തുകൊണ്ടിരുന്നപ്പോ ശരീരം തളർന്നു പോയി. അതാ ഉളവോട് കൂടി മരിക്കലേറ്റം മെച്ചമാ, ജിബിരിയിൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. അള്ളാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. ഉളവോടുകൂടി മരിച്ചടോ നിസ്കാരപ്പായിലിരുന്നു. ഇതിനാണ് മരണമെന്ന് പറയുക, ഇതിനാണ് നല്ല മരണമെന്ന് പറയുക. ഇതാണ് മരണത്തിന്റെയൊക്കെ ചില അടയാളങ്ങൾ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ആ മരണത്തിന് വേണ്ടിയുള്ള, ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഈ ബക്കറ്റിന്റെ അകത്ത് നിങ്ങൾ ഓരോരുത്തരും ഇട്ടത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനായ സയ്യിദ് അവറുകൾ പറഞ്ഞു, ഉസ്താദെ ഞങ്ങളുടെ പള്ളി താഴെ ഒരു പള്ളിയുണ്ട്, ആ പള്ളിയുടെ മിനാരത്തിന്റെ പണി, മിനാരമില്ല, ആ പള്ളിയുടെ മിനാരത്തിന്റെ ശരീവക്ക എന്റെ പെട്ടി അതിനകത്തിരിക്കുന്നുണ്ട്, എടുത്ത് വെച്ചിട്ട് പോകാൻ പറ. ആമീദ നീ എടുത്തു. നിങ്ങളുടെ പള്ളിയുടെ മിനാരത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാ. അൽഹംദുലില്ലാ ഈ പരിപാടിയിൽ നിന്ന് പിരിവ് നിർബന്ധമില്ല. അത് തങ്ങൾ പറഞ്ഞു, വലിയ സന്തോഷം, അതുകൊണ്ടാണ് ഞാൻ പിരിക്കണത്. തങ്ങൾ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു, അൽഹംദുലില്ലാ ഇവിടുത്തെ പള്ളിയുടെ മിനാരം ഒരു പള്ളിയുടെ അലങ്കാരമാണോ മിനാരം. മിനാരമില്ലാത്തൊരു പള്ളി നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല. മിനാരമില്ലാത്ത ഒരു പള്ളി നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല. ഇവിടെ കേവലം 200-നകത്തു മാത്രമേ കുടുംബമുള്ളൂ. 180 കുടുംബങ്ങൾ, പാവങ്ങള്, ഗൾഫുകാരെ പറക്കിയെടുക്കണം, അത്രയേ ഉള്ളൂ.
അപ്പൊ അൽഹംദുലില്ലാഹ് ഈ ഒരു ചെറിയ നാട്ടിൽ അള്ളാഹുവിന്റെ ഭവനം, അള്ളാഹുവിന്റെ പള്ളി, ആ പള്ളിക്ക് അൽഹംദുലില്ലാഹ് ഒരു മിനാരം വെക്കണമെന്ന നിയ്യത്തോടെയാ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അള്ളാഹു അവരുടെ ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നമ്മളെല്ലാവരും കൂടെ ഒന്ന് മനസ്സ് വെച്ചാൽ, ഇപ്പൊ സ്റ്റേജിൽ തന്നെ ഒരുപാട് കോടീശ്വരന്മാരിയ്ക്കുന്നുണ്ട്. ഞാനിപ്പോ പിരിക്കത്തില്ല, കാരണം എനിക്ക് പേടിയാ. ഒരാൾക്കാരുടെയും സ്ഥിരമായി പോയിട്ട് ഓരോരുത്തരുടെയും പേര് വെച്ച് ചോദിക്കാൻ. അൽഹംദുലില്ലാഹ് ഇന്നത്തെ ഈ മജ്‌ലിസ് കൊണ്ട് തങ്ങൾ പറഞ്ഞു 12 ലക്ഷം രൂപയാണ് ഒരു മിനാരത്തിന്. ഒന്നേ ഉള്ളോ? അൽഹംദുലില്ലാഹ് മതി. ഒറ്റ അല്ലാഹു ഏകനാണല്ലോ, ഒറ്റ പിടിച്ചിരിക്കുക. ഒരു മിനാരമാണ് വേണ്ടത്, അതിന് 12 ലക്ഷം രൂപ. നിങ്ങൾക്കറിയുമല്ലോ പള്ളിക്ക് കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലം എന്താ? അള്ളാഹുവിന്റെ ഭവനത്തിന് വേണ്ടി കൊടുത്താൽ 5 വിഭാഗം ആൾക്കാരെ പള്ളി സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പള്ളിയാണ് 5 വിഭാഗത്തെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്. അവര് പള്ളിക്കകത്തിരുന്നാണ് പോകുന്നത്. അതിലെ ഒരു വിഭാഗം ആരെന്നറിയോ? അള്ളാഹുവിനെ സുജൂദ് ചെയ്യുന്ന ഭവനത്തിന് വേണ്ടി പണം കൊടുത്തവരാ, സഹായിച്ചവരാണ്, സദഖ കൊടുത്തവരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ പള്ളിക്ക് വേണ്ടി കൊടുത്തവരുണ്ടല്ലോ, അവർക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി കൊടുത്ത അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്നാ. അള്ളാഹു പറയുകയാണ്, നിന്റെ ശരീരമുണ്ടല്ലോ, നിന്റെ സമ്പത്തുണ്ടല്ലോ, എനിക്ക് നീ അത് തരികയാണെങ്കിൽ അതിന് പകരമായിട്ട് ഞാൻ നിനക്ക് സ്വർഗം തരാ. അള്ളാഹു പറയുകയാണ്, പടച്ചവരെ, ഈ പാവപ്പെട്ട ഈ നാട്ടിലെ ഈ പള്ളിയുടെ മിനാരത്തിന് വേണ്ടി നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ രക്തം വിയർപ്പാക്കി അധ്വാനിച്ച പൈസയിൽ നിന്ന് 5 നയാ പൈസ കൊടുത്താ അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയമുണ്ടല്ലോ, അസ്രായിലിനെ കണ്ടുമുട്ടുന്ന സമയമുണ്ടല്ലോ, മരണത്തിന്റെ വേദന സഹിക്കാൻ കഴിയാതെ കടന്ന് പിടയുന്ന സമയമുണ്ടല്ലോ, ആ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കൊണ്ടുവരുന്ന സമയമുണ്ടല്ലോ. പടച്ചവനെ, മരണത്തിന്റെ രംഗത്തെ കുറിച്ച് അറിയാനിട്ടാ പടച്ചവനെ 70 മുതൽ 70,000 മലക്കുകൾ വരുമെന്നാണ്. 70 മുതൽ 70,000 മലക്കുകൾ ഇറങ്ങി വരികയാ നമ്മുടെ റൂഹ് പിടിക്കാൻ. റബ്ബേ, അതാ മലക്കുകൾ വന്ന് നമ്മുടെ കൈകാലുകളെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അവസാനം തൊണ്ടക്കുടിയിൽ നിന്ന് അസ്രായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹങ്ങനെ വലിച്ചെടുക്കുമ്പോ അതാ മലക്കുകൾ കാണിച്ചു തരികയാ, വഅബ്ശിറൂ ബിൽ ജന്നാ. പള്ളിക്ക് കൊടുത്തതിന്റെ പ്രതിഫലം കാണണ്ട്. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരം പണിയാറ് നീ വാങ്ങിക്കൊടുത്ത പൈസയുടെ പ്രതിഫലം നിനക്ക് കാണണ്ട്. വഅബ്ശിറൂ ബിൽ ജന്നാ. അവിടുന്ന് സ്വർഗമിങ്ങനെ കാണിച്ചു തരികയോ, അവിടുന്ന് സ്വർഗമിങ്ങനെ കാണിച്ചു തരികയോ. ആ സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യമാണ്. പുഞ്ചിരിക്കുന്ന മുഖത്തോടെ കാണാൻ വരുന്നവർ മുഴുവനും കൊതിപ്പിക്കുന്ന രീതിയില് മനോഹരമായ ഒരു മരണം വേണോ? മനോഹരമായ ഒരു മരണം വേണോ? കണ്ടവര് കൊതിക്കണം. ചെറുപ്പക്കാരാ, ഈ നാട്ടുകാരോട് പറയാറുള്ളത്, നീ ജീവിച്ചിരിക്കുമ്പോ മഹാനാണെന്ന് പറയുന്നതിൽ കാര്യമില്ല. നിന്നെ പൊക്കാനും നിന്നെ വാഴ്ത്താനും നിന്നെ പുകഴ്ത്താനും നിന്നെ സ്തുതിക്കാനും നീ വലിയവനാണെന്ന് പറയാൻ ഒരുപാട് പേരെ കാണുമടോ. പക്ഷേ പറയേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴല്ല. 3 കറ്റം വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് ഈ പള്ളിക്കകത്ത് നിന്റെ ജനാസ കൊണ്ടുവെക്കുമ്പോ നിസ്കരിക്കാൻ വരുന്നവരുണ്ടല്ലോ, ജനാസ കാണാൻ വരുന്നവരുണ്ടല്ലോ, അവര് പറയണം നീ നല്ലവനാ, മരിച്ചാൽ ഇതുപോലെ മരിക്കണം, മരിച്ചാൽ ഇതുപോലെ മരിക്കണം. മയ്യത്ത് കാണാൻ വരുന്നവർ പറയുന്നവര് മരണം വേണോ? വഅബ്ശിറൂ ബിൽ ജന്നാ.
മരിക്കുന്ന സമയത്ത് കാണാ രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ, ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാകളത്തില് രണ്ടാമത് മൂതുമ്പോ പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാ. ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാ. പട്ടിയുടെ കോലത്തിൽ വരുന്നവനുണ്ട്, പന്നിയുടെ കോലത്തിൽ വരുന്നവനുണ്ട്, കഴുതയുടെ രൂപത്തിൽ വരുന്നവനുണ്ട്, പേപ്പട്ടിയെ പോലെ വരുന്നവനുണ്ട്, മലദ്വാരത്ത് കൊടികുത്തി വെച്ച് വരുന്നവനുണ്ട്, നടന്നു വരുന്നവനെ, എഴഞ്ഞു വരുന്നവനെ, കുഷ്ഠരോഗിയെ പോലെ വരുന്നവര്, അല്ലാഹുവേ പേപ്പട്ടിയെ പോലെ നാക്ക് നീട്ടി വരുന്നവർ, ഇതുപോലെ ഖബറിനകത്ത് നിന്ന് ജനങ്ങൾ എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ. അല്ലാ, ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പറക്കുകയാ, പറവകളെ പോലെ പറക്കുകയാ, പറവകളെ പോലെ പറക്കുകയാ. അവർക്ക് നാളെ വിചാരണയില്ല. അവര് പറവകളെ പോലെ പറന്ന് സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ മലക്കുകൾ ചോദിക്കുകയാ, നീ ആരാ, നീ ആരാ, നിനക്ക് ഇത്രയും പെട്ടെന്ന് വിചാരണ കഴിഞ്ഞോ? നീ സിറാത്ത് താണ്ടിയിട്ടാണോ വന്നത്? എങ്ങനെയാണ് നീ വന്നത്? എന്താണ് പടച്ചവര്? സ്വർഗത്തിന്റെ മലക്കുകളെ പോലെ അത്ഭുതത്തോടെ ചോദിക്കുകയാ, എങ്ങനെയായി ഈ പ്രതിഫലം കിട്ടിയത്? എങ്ങനെയാണ് ഈ പ്രതിഫലം കിട്ടിയത്? നീ പറവയെ പോലെ പറന്നു വരുന്നല്ലോ. ആ സമയത്ത് ആ മനുഷ്യൻ പറയുകയാ, ഞാൻ കൊടുത്ത സദക്കയുടെ പ്രതിഫലമാ. അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി നീ അധ്വാനിച്ച പൈസയിൽ നിന്ന് ഒരൽപ്പം അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി കൊടുത്താൽ, പടച്ചവൻ നിങ്ങളൊക്കെ ഒന്ന് വിടടോ, അതൊക്കെ പൊക്കോട്ടെ, നിങ്ങളവിടെ പോയിരിക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.